ഉമ്മൻചാണ്ടിക്കെതിരെ തന്റെ പേരിൽ ഹൈക്കമാൻഡിന് അയച്ച കത്ത് വ്യാജമെന്ന് രമേശ് ചെന്നിത്തല. വ്യാജകത്ത് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾക്കെതിരെ കേസിനില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? സൗമ്യ, ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രധാനമായിട്ടും VS അല്ലെങ്കിൽ പിണറായി വിജയനും അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനമായിരുന്നു. മുഖ്യമന്ത്രിക്ക് മുൻ VS അച്യുതാനന്ദൻ നേരത്തെ അയച്ച കത്തുകൾ ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ, TP വധക്കേസ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടോ, ഇത്തരത്തിൽ ആരോപണ വിധേയനാക്കി VS-നെ നിർത്തിക്കൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല തന്റെ പത്രസമ്മേളനം നടത്തിയത്. ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടാണ് പത്രക്കാര് താൻ അയച്ച കത്തിനെ കുറിച്ച്, അതായത് രമേശ് ചെന്നിത്തല 3 മാസം മുമ്പ് ഹൈക്കമാൻഡിന് ഒരു കത്തയച്ചിരുന്നു. ഈ കത്തിൽ പ്രധാനമായിട്ടും ഉമ്മൻചാണ്ടിയുടെ അഴിമതി ഭരണമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അഴിമതി ആരോപണം അദ്ദേഹത്തിനെതിരെ നിരവധിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ മുൻപോട്ട് പോയാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ സാധിക്കുകയില്ല, സ്വജനപക്ഷപാതമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചത്. ഈ കത്ത് പുറത്തു വന്നിരുന്നു. ഈ കത്ത് പുറത്തു വന്ന സാഹചര്യത്തിൽ അന്ന് തന്നെ അദ്ദേഹം ഈ കത്ത് തന്റേതല്ല എന്ന് എതിർത്തിരുന്നു. ഇത്തരം കാര്യങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് പുറത്തു വന്ന കത്ത് തന്റേതല്ല, അന്ന് കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോ അല്ലെ ആ എത്തിക്കുന്ന കയ്യൊപ്പോ തന്റേതല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ ചോദിച്ചു, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പേരിൽ ഒരു കത്ത്, വ്യാജ കത്ത് പുറത്തു വരുമ്പോൾ അതിൽ കുറ്റകരമല്ലേ, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. അത്തരത്തിൽ പത്രക്കാർക്കെതിരെ തങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാറില്ല, അത് കോൺഗ്രസ് പാരമ്പര്യമല്ല എന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച ചാനലുകൾക്കെതിരെ വാർത്ത കൊടുത്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് തന്നോട് ചോദിക്കേണ്ട കാര്യമില്ല, ഉമ്മൻചാണ്ടിയോട് ചോദിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത്തരത്തിൽ തന്റെ കത്ത് താൻ എഴുതിയ കത്തല്ലെന്നും എന്നാൽ അതിനെ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കില്ലെന്നും ഈ വ്യാജ കത്തിനെ കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് നമുക്ക് പത്രസമ്മേളനത്തിൽ ഉമ്മൻചാണ്ടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. ഷാജഹാൻ, ആഭ്യന്തര മന്ത്രിയുടെ പേരിലാണ് ഇത്തരത്തിലൊരു വ്യാജ കത്ത് പ്രചരിച്ചതെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായി തന്നെ എടുക്കേണ്ട കാര്യമാണ്. അത്തരത്തിൽ മാധ്യമ പ്രവർത്തകരാണ് ഇത്തരത്തിലൊരു കത്ത് പ്രചരിപ്പിച്ചതെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി തന്നെ പറയുന്നു ഈ വിഷയം ഒരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട, അത്തരത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ലെന്ന്. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്വാമി, ഈ കത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ എഴുതിയതാണ്, അല്ലെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പോടുകൂടി സ്വന്തമായിട്ട് അദ്ദേഹം എഴുതിയ കത്താണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഈ കത്ത് പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു കത്ത് പ്രചരിപ്പിച്ചത്. എന്നാൽ ഈ കത്ത് പ്രചരിപ്പിച്ച് മാസങ്ങൾക്ക് ശേഷവും ആ കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചാ വിഷയമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്തരം കത്തുകൾ പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കേണ്ട കാര്യമില്ല, അതിൽ ഇട്ടിരിക്കുന്ന കയ്യൊപ്പ് തന്റേതല്ല, അത് ആർക്ക് വേണേലും അത്തരത്തിൽ കയ്യൊപ്പിടാമല്ലോ. ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കത്ത് പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹൈക്കമാൻഡിന് എഴുതിയ ഒരു കത്ത് തന്റേതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്റെ ആ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വന്നെത്തുന്നത് അവസാനം ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാവാം താൻ എഴുതിയ കത്ത് മറച്ചു വെക്കുന്നതിന് വേണ്ടി, അല്ല അത്തരം കത്തുകൾ പുറത്തു വന്ന് വിവാദമാകാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അത്തരത്തിലൊരു അന്വേഷണമോ മാധ്യമങ്ങൾക്കൊരു അന്വേഷണമോ വേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത്. ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ ആഭ്യന്തരമന്ത്രിയുടെ പേരിൽ ഹൈക്കമാൻഡിന് അയച്ച കത്ത് വ്യാജമെന്നാണ് ചെന്നിത്തല തന്നെ പറഞ്ഞിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. VS-നെതിരായ മാനനഷ്ട കേസിൽ ഉമ്മൻചാണ്ടിക്ക് കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതിയെ രാഷ്ട്രീയ കളിക്ക് വേദിയാക്കരുതെന്ന് കോടതി പറഞ്ഞു. മുഖ്യമന്ത്രി പ്രതിയായ 12 കേസുകളുടെ പട്ടിക VS കോടതിയിൽ സമർപ്പിച്ചു. ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെ നൽകിയ മാനനഷ്ട കേസ് പരിഗണിക്കവെയാണ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതി ഉമ്മൻചാണ്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കോടതിയെ രാഷ്ട്രീയ കളിക്ക് വേദിയാക്കരുതെന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി KP ഇന്ദിര ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനോട് പറഞ്ഞു. ഒപ്പം തന്നെ VS-ന്റെ പ്രസംഗങ്ങൾ ഉടൻ വിലക്കണമെന്ന ഉമ്മൻചാണ്ടിയുടെ ഹർജിയിലെ ആവശ്യവും കോടതി തള്ളി. ഒപ്പം തന്നെ അടിയന്തരമായി ഹർജി പരിഗണിക്കണമെന്ന അപേക്ഷയും കോടതി നിരസിക്കുകയുണ്ടായി. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ അഭിഭാഷകനായി എത്തിയത് പബ്ലിക് പ്രോസിക്യൂട്ടറായ A. സന്തോഷ്
കുമാർ ആയിരുന്നു. അദ്ദേഹത്തോട് താങ്കൾ പബ്ലിക് പ്രോസിക്യൂട്ടറായാണോ ഉമ്മൻചാണ്ടിയുടെ വക്കീൽ എന്ന നിലയിലാണോ കേസ് വാദിക്കുന്നത് എന്നും കോടതി ചോദിച്ചു. ഉമ്മൻചാണ്ടിയുടെ വക്കീൽ എന്ന നിലയിൽ സ്വന്തം നിലയിലാണ് കേസ് വാദിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതേസമയം തന്നെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളിലും ഉറച്ചു നിൽക്കുന്നുവെന്ന VS കോടതിയിലും ആവർത്തിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ ഇന്ന് നിലവിൽ ലോകായുക്തയിൽ മാത്രം 12 കേസുകൾ നിലവിലുണ്ടെന്ന് ഉമ്മൻചാണ്ടിയുടെ VSന്റെ അഭിഭാഷകൻ ചെറുന്നിയൂർ ശശിധരൻ നായർ കോടതിയിൽ വ്യക്തമാക്കി. ഒപ്പം തന്നെ ഈ 12 കേസുകളുടെ പട്ടിക അദ്ദേഹം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. തുടർന്ന് VS നിലവിൽ മലമ്പുഴയിലാണുള്ളത്. അദ്ദേഹത്തിൽ നിന്നും നേരിട്ട വിവരങ്ങൾ തേടി എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ 2 ആഴ്ച VSന്റെ അഭിഭാഷകൻ സമയം ചോദിച്ചു. ഇത് അനുവദിച്ച കോടതി കേസ് 2 ആഴ്ചയ്ക്ക് ശേഷമായിരിക്കും പരിഗണിക്കുക. എന്തായാലും VSനെതിരായ മാനനഷ്ട കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കനത്ത തിരിച്ചടിയാണ് ഉമ്മൻചാണ്ടിക്ക് കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നിരിക്കുന്നത്. ജിതിനാണ് വിവരങ്ങൾ നൽകിയത്. മെഡിക്കൽ ഡെന്റൽ പ്രവേശനത്തിന് സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തിയ പ്രവേശന പരീക്ഷ റദ്ദാക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. ഈ വർഷം നീറ്റ് നടപ്പാക്കുന്നതിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ നിലപാടെടുത്തു. ഈ സാഹചര്യത്തിൽ കേസ് 3 മണിക്ക് പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. വിവരങ്ങളുമായി M സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ വർഷം മുതൽ മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം അഖിലേന്ത്യാ തലത്തിൽ ഏകീകൃത പരീക്ഷ വഴിയാക്കിയ സുപ്രീം കോടതി ഉത്തരവിലെ ചില അവ്യക്തതകളും ഈ ഉത്തരവ് നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ: 1, പരീക്ഷ 2 ഘട്ടമായി നടത്തേണ്ടതില്ല, പകരം 1 ഘട്ടമായി നടത്തണം. മെയ് 1 നടത്താനിരിക്കുന്ന 1ാം ഘട്ട പരീക്ഷ റദ്ദ് ചെയ്യുകയും ജൂലൈ 24 ഒറ്റഘട്ടമായി പരീക്ഷ നടത്തണം എന്നുള്ളതാണ് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി ഉന്നയിച്ചിരിക്കുന്ന ഒരാവശ്യം. രണ്ടാമത്തേതായുള്ള ആവശ്യം സംസ്ഥാന സർക്കാരുകളും സ്വകാര്യ മാനേജ്മെന്റുകളും നടത്തിയ പ്രവേശന പരീക്ഷകൾ റദ്ദാക്കേണ്ടതില്ല എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ ഉത്തരവിൽ പറയുന്നത് പോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രം പരീക്ഷ നടത്തിയാൽ പോരാ, പ്രാദേശിക ഭാഷകളിൽ കൂടി പരീക്ഷ എഴുതാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ ഈ നീറ്റ് പരീക്ഷ ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ തന്നെയാണ് വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാരിനെ കൂടാതെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും 3 മണിക്ക് കേസ് ഈ കോടതി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. M സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വെള്ളാപ്പള്ളിക്കും സർക്കാർ വക ഭൂമി. കോട്ടയം തീക്കോയിൽ സൗജന്യമായി സർക്കാർ പതിച്ചു നൽകിയത് 25 ഏക്കർ. SNDPക്ക് ക്ഷേത്രാവശ്യങ്ങൾക്ക് നൽകിയ ഭൂമി പിന്നീട് SN ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. ഭൂമി അനുവദിച്ചത് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ. രേഖകൾ പീപ്പിൾ പുറത്തുവിട്ടു. ഇടുക്കി കോട്ടയം ജില്ലാ അതിർത്തിയിൽ അതീവ പാരിസ്ഥിതിക ദുർബല പ്രദേശമായ വാഗമണ്ണിനോട് ചേർന്നുള്ള 10 ഏക്കർ ഭൂമിയാണ് വെള്ളാപ്പള്ളി നടേശൻ സെക്രട്ടറിയായ SN ട്രസ്റ്റിന് സൗജന്യമായി പതിച്ചു നൽകിയത്. SNDP യോഗം മീനച്ചിൽ താലൂക്ക് യൂണിയന് ക്ഷേത്രം നിർമ്മിക്കാനും സാംസ്കാരിക കേന്ദ്രം പണിയാനുമായി 2012 മാർച്ചിൽ 25 ഏക്കർ ഭൂമി ആദ്യം പതിച്ചു നൽകി. പിന്നീട് വെള്ളാപ്പള്ളി നടേശന്റെ പ്രത്യേക അപേക്ഷയെ തുടർന്ന് ഉത്തരവിൽ ഭേദഗതി വരുത്തി 2012 സെപ്റ്റംബറിൽ 10 ഏക്കർ ഭൂമി SN ട്രസ്റ്റിന് കൈമാറുകയായിരുന്നു. 2 വിവാദ ഉത്തരവുകളിലൂടെയാണ് ഭൂമി കൈമാറ്റം നടന്നത്. SNDP യൂണിയന് സാംസ്കാരിക ആവശ്യത്തിന് 10 ഏക്കർ ഭൂമി നൽകുന്നു എന്നായിരുന്നു ആദ്യ ഉത്തരവ്. എന്നാൽ ഇത് പിന്നീട് SN ട്രസ്റ്റിന് സാംസ്കാരിക വിദ്യാഭ്യാസ ആവശ്യത്തിന് എന്നാക്കി മാറ്റി. ക്ഷേത്ര ആവശ്യത്തിനെന്ന പേരിൽ വെള്ളാപ്പള്ളിക്ക് സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനം നടത്താനാണ് ഭൂമി സൗജന്യമായി സർക്കാർ പതിച്ചു നൽകിയത് എന്ന് ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തം. ആയിരക്കണക്കിന് പേർ വീട് വയ്ക്കാൻ 1 സെന്റ് ഭൂമി പോലും ലഭിക്കാതെ വലയുമ്പോഴാണ് സർക്കാർ ഭൂമി മത നേതാക്കൾക്കും മതസംഘടനകൾക്കും ക്ലബ്ബുകൾക്കും UDF സർക്കാർ പതിച്ചു നൽകുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. ഭീഷണിയുമായി വിജയമല്യ. പാസ്പോർട്ട് മരവിപ്പിച്ചതുകൊണ്ട് ആർക്കും പണം കിട്ടാൻ പോകുന്നില്ലെന്ന് മല്യ. ബ്രിട്ടൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും മല്യ പറഞ്ഞു. ഫിനാൻഷ്യൽ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് മല്യയുടെ ഭീഷണി. പോലീസ് ട്രെയിനികളുടെ പോസ്റ്റൽ ബാലറ്റ് നിർബന്ധപൂർവ്വം വാങ്ങാൻ നീക്കം. തിരുവനന്തപുരം SAP ക്യാമ്പിലെ 400ഓളം ട്രെയിനികളുടെ ബാലറ്റ് വാങ്ങാനാണ് ഭരണാനുകൂല പോലീസ് അസോസിയേഷൻ നേതാവിന്റെ ശ്രമം. ഇതിനെതിരെ ഒരു വിഭാഗം പോലീസുകാർ SAP കമാൻഡന്റിന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നു. നിർബന്ധപൂർവ്വം ബാലറ്റ് വാങ്ങിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് മറുവിഭാഗം. തിരഞ്ഞെടുപ്പ് ജോലികൾക്ക് നിയോഗിക്കപ്പെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വീട്ടുമേൽവിലാസത്തിൽ പോസ്റ്റൽ ബാലറ്റ് എത്തിക്കണമെന്നതാണ് തിരഞ്ഞെടുപ്പ് ചട്ടം. ഇതിനു വിരുദ്ധമായി തിരുവനന്തപുരം SAP ക്യാമ്പിലെ 400ഓളം പോലീസ് ട്രെയിനുകളുടെ വ്യക്തിവിവരങ്ങൾ ഭരണാനുകൂല പോലീസ് അസോസിയേഷൻ നേതാക്കൾ ശേഖരിക്കുന്നതിനായുള്ള തെളിവുകളാണ് പുറത്തായിരിക്കുന്നത്.
നിർബന്ധപൂർവ്വം വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നതിന് മഹാഭൂരിപക്ഷം ട്രെയിനുകളും എതിരാണെന്നിരിക്കെ വഴങ്ങാത്തവരെ ഭീഷണിപ്പെടുത്തിയാണ് വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നത്. പോലീസ് അസോസിയേഷൻ നേതാവും ട്രെയിനുകളുടെ മേലുദ്യോഗസ്ഥനുമായ സുരേഷാണ് നിർബന്ധപൂർവ്വം വ്യക്തിവിവരങ്ങൾ ശേഖരിക്കുന്നത്. ട്രെയിനുകളെ കൊണ്ട് തന്നെയാണ് പട്ടിക നിർബന്ധപൂർവ്വം തയ്യാറാക്കിച്ചിരിക്കുന്നത്. തയ്യാറാക്കിയ പട്ടികയുടെ കോപ്പി സഹിതം SAP കമാൻഡന്റിന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട MP ആയി ചലച്ചിത്ര താരം സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യസഭാ അധ്യക്ഷൻ ഹമീദ് അൻസാരിയുടെ മുൻപാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി ഭാര്യ രാധികയും മക്കളും രാജ്യസഭയുടെ സന്ദർശക ഗാലറിയിൽ എത്തിയിരുന്നു. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി സുരേഷ് ഗോപി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സച്ചിൻ ടെണ്ടുൽക്കറെ റിയോ ഒളിമ്പിക്സിന്റെ അംബാസഡറാക്കാൻ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ തീരുമാനം. ഒളിമ്പിക് അസോസിയേഷന്റെ ക്ഷണം സച്ചിൻ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സൽമാൻ ഖാനെ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡറാക്കാൻ തീരുമാനിച്ച അസോസിയേഷന്റെ തീരുമാനം വിവാദമായതിന് തൊട്ടുപിന്നാലെയാണ് സച്ചിനെ കൂടി അംബാസഡറാക്കാൻ ഒളിമ്പിക് അസോസിയേഷൻ തീരുമാനിച്ചത്. സച്ചിന് പുറമെ സംഗീത ലോകത്തു നിന്നുള്ള ഒരു താരത്തെ കൂടി അംബാസഡറാക്കാൻ അസോസിയേഷൻ പദ്ധതിയിടുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് സൽമാനെ അംബാസഡറാക്കാൻ അസോസിയേഷൻ തീരുമാനിച്ചത്. എന്നാൽ കായിക ലോകത്തിന് പുറത്തുനിന്നുള്ള ആളെ ഗുഡ്വിൽ അംബാസഡറാക്കുന്നതിനെതിരെ യോഗേശ്വർ ദത്ത് അടക്കമുള്ള ഒളിമ്പ്യന്മാർ രംഗത്തെത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് സച്ചിനെ കൂടി അംബാസഡറാക്കാൻ തീരുമാനിച്ചത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ നിലപാടെടുത്തിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ പറഞ്ഞു. I have told on the floor of the house and even now also I am telling this is within the domain of the judiciary. നിങ്ങൾ CM പിന്നെ ചീഫ് ജസ്റ്റിസ് രണ്ടാൾ കൺകറായിട്ട് ഒരു പ്രപ്പോസൽ അയച്ചാൽ ഇറ്റ് ഈസ് സർട്ടൻലി ദി സെൻട്രൽ ഗവൺമെൻറ് വിൽ കൺസിഡർ ഇറ്റ്. Unless it is concurred by the Chief Justice and the Chief Minister, the central government has no role to play as far as the bench of the High Court is concerned. The Chief Justice of Kerala, he has to concur with the proposal of the Kerala state government, then they have to send it to us. ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക്. കോട്ടയത്ത് സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് സൂര്യാഘാതമേറ്റ ഒരാൾ മരിച്ചത്. മുണ്ടാർ സ്വദേശി സാബു ആണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഇയാൾ മീൻ പിടിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇദ്ദേഹത്തിന് സൂര്യാഘാതമേറ്റത്. കാലിനും കൈക്കും മുഖത്തിനും ഗുരുതരമായ രീതിയിൽ തന്നെ സൂര്യാഘാതമേറ്റിട്ടുണ്ട്. പൊള്ളലിന്റെ പാടുകളുണ്ട്. മുണ്ടാർ സ്വദേശിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് ഈ പാടത്ത് മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ സൂര്യാഘാതമേറ്റ് കിടക്കുന്ന സാബുവിനെ കണ്ടത്. 1:30 സംഭവം. പിന്നീട് മുട്ടുചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സാബു മരണത്തിന് കീഴടങ്ങിയായിരുന്നു. ഇപ്പോൾ സാബുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത് മുട്ടുചിറയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. കോട്ടയം മുണ്ടാർ സൂര്യാഘാതമേറ്റ് ഒരാൾ മരിച്ചു. വിവരങ്ങളാണ് TP പ്രശാന്ത് നൽകിയത്. മാറ്റമില്ലെന്ന് സുപ്രീം കോടതി. ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. വിവരങ്ങളുമായി M സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, നീറ്റ് പരീക്ഷയിൽ മാറ്റം ഇല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വരുന്ന വാർത്തകൾ. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? സോമി, രാജ്യത്തെ മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്ക് ഏകീകൃത പൊതുപരീക്ഷ വഴി പ്രവേശനം മതിയെന്ന സുപ്രീം കോടതിയുടെ ഇന്നലത്തെ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെയായിരുന്നു. ഒന്ന്, പരീക്ഷ 2 ഘട്ടമായി നടത്തുന്നത് ഒഴിവാക്കി 1 ഘട്ടമായി പരീക്ഷ നടത്തണം. മെയ് 1 പരീക്ഷ മാറ്റിവെച്ചുകൊണ്ട് ജൂലൈ 24 പരീക്ഷ മാത്രം ഒരു പരീക്ഷ നടത്തണം. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ നടത്തിയ പരീക്ഷകൾ റദ്ദാക്കാൻ പാടില്ല തുടങ്ങിയ ആവശ്യങ്ങളായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിരുന്നത്. എന്നാൽ ഈ ആവശ്യങ്ങൾ എല്ലാം തന്നെയും സുപ്രീം കോടതി തള്ളിയിരിക്കുകയാണ്. ഇന്നലത്തെ ഉത്തരവിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതുപ്രകാരം 2 ഘട്ടങ്ങളിലായി തന്നെ അഖിലേന്ത്യാ പൊതുപരീക്ഷ നടക്കും. ആദ്യഘട്ടം മെയ് 1-നും രണ്ടാം ഘട്ടം ജൂലൈ 24-നുമായി നടക്കും. 2 ഘട്ട പരീക്ഷകളായി തന്നെ നടക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള ഈ ഉത്തരവ് ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ
സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പരീക്ഷ വഴി അല്ലെങ്കിൽ സംസ്ഥാനത്തെ പരീക്ഷ നടത്തി അതുവഴി മെഡിക്കൽ ഡെന്റൽ ബിരുദ കോഴ്സുകളിലേക്ക് ഇനി മുതൽ പ്രവേശനം നടത്താനാവില്ല. രാജ്യത്ത് മെഡിക്കൽ ഡെന്റൽ കോഴ്സുകളിലേക്കുള്ള ബിരുദ പ്രവേശനത്തിന് ഇനി ഒരു ഒറ്റ പരീക്ഷ മാത്രമേ ഉണ്ടായിരിക്കൂ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എങ്കിൽ കൂടിയും ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ചും ചില സംസ്ഥാനങ്ങൾ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തന്നെ സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി കൊടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് തന്നെ ഈ കാര്യം പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ ആവശ്യങ്ങൾ തള്ളിയതോടുകൂടി ഇനി മുതൽ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മെഡിക്കൽ ഡെന്റൽ സ്ഥാപനങ്ങളിലേക്കും ബിരുദ കോഴ്സുകളിലേക്ക് ഈ ഒറ്റ പരീക്ഷ അഖിലേന്ത്യാ തലത്തിലുള്ള ഏകീകൃത പൊതുപരീക്ഷ വഴി മാത്രമേ പ്രവേശനം നടത്താനാകൂ. സോമി, നീറ്റ് പരീക്ഷയിൽ മാറ്റമില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് എം സന്തോഷ് ദില്ലിയിൽ നിന്നും നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിലെ ഫയർ സീനിയർ സൂപ്രണ്ട് നജീബും കുടുംബവും പഴവെള്ളരി കൃഷിയിൽ പരീക്ഷണത്തിലാണ്. വിളവെടുപ്പിൽ ലഭിക്കുന്ന തുക മുഴുവൻ കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുകയാണ് ഈ കുടുംബം. എയർപോർട്ടിന് സമീപം 1.5 ഏക്കർ വയൽ പാട്ടത്തിനടുത്താണ് നജീബിന്റെ കൃഷി. പൂർണ്ണമായും ജൈവവളങ്ങളാണ് ഉപയോഗിക്കുന്നത്. മലബാറിൽ അത്ര പരിചിതമല്ലാത്ത പഴവെള്ളരിയിലാണ് പരീക്ഷണം. ആദ്യ വിളവെടുപ്പിൽ 2 ടൺ വെള്ളരി കിട്ടി. കിലോക്ക് 40 മുതൽ 50 രൂപ വരെ വിലയും കിട്ടി. ഈ തുക കൊണ്ടോട്ടി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങൾക്ക് നൽകി. ജൈവ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കൂലി ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഷിഫ്റ്റ് ഇല്ലാത്ത സമയത്ത് വന്നിട്ട് രാവിലെയും വൈകിട്ട് വന്നിട്ട് നനയ്ക്കലും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യലും കുട്ടികളായിട്ട് വന്ന് അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്തത്. കേസ് ഞാൻ കൊണ്ടോട്ടി പാലിയേറ്റീവ് കെയറിന് കൊടുക്കാനുള്ള തീരുമാനമാണ്. മുഴുവൻ തുകയും, അല്ലാതെ ലാഭം മാത്രമല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും പാലിയേറ്റീവ് കെയറിന് കൊണ്ടോട്ടിയിലെ ബ്രാഞ്ചിന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലി തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്ന കാലത്ത് പഴവെള്ളരിയും മുല്ലയും കൃഷി ചെയ്ത് വിജയിച്ച അനുഭവവും നജീബിനുണ്ട്. കൃഷിയിൽ സഹായിക്കാൻ സ്വന്തം മക്കളും ഭാര്യയും കൂടെയുണ്ടാവും. പഴച്ചാറായി ഉപയോഗിക്കുന്ന ഈ വെള്ളരി വലിയ പോഷക ഗുണമുള്ളതാണെന്നും നജീബ് പറയുന്നു. ജൈവകൃഷിയിലും ജീവകാരുണ്യത്തിലും സ്വയം പര്യാപ്തതയിലുമെല്ലാം വിമാനത്താവളത്തിലെ ഈ ഉദ്യോഗസ്ഥൻ നമുക്ക് മാതൃകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പ്രമുഖ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനമായ KLM ഗ്രൂപ്പിന് ഇനി പുതിയ പേരും ലോഗോയും. KLM ആക്സിവ ഫിൻവെസ്റ്റ് എന്നാണ് കമ്പനി ഇനി മുതൽ അറിയപ്പെടുക. ലോഗോ സിനിമാ താരം ഇഷ തൽവാർ പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കമ്പനി ചെയർമാൻ ഷിബു തെക്കുംപുറം, മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ KR വിശ്വംഭരൻ, ഡോക്ടർ J. അലക്സാണ്ടർ തുടങ്ങിയവർ പങ്കെടുത്തു.